ഹലോ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. എങ്ങോട്ടാണെന്നല്ലേ, ഞങ്ങൾ പൊന്മുടി പോവുകയാണേ. അപ്പോൾ ഇനി ആ വണ്ടി ഒന്ന് വരണം. വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ എന്താ, പോകുന്നത് ശംഖുമുഖം വഴിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങി. ദാവൂദേ പതിവ് പോലെ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറി ഇരിപ്പുണ്ട്. അവൻ അവിടെ ഇരിക്കുന്നതാണ് ഇഷ്ടം, പാവം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവന് മൂന്നാറൊക്കെ പോകണം എന്നായിരുന്നു താല്പര്യം. പിന്നെ വെക്കേഷൻ തീരാറായപ്പോഴും ഒരിടത്തും പോകാൻ പറ്റാതായതുകൊണ്ട് പൊന്മുടിയെങ്കിൽ പൊന്മുടി എന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. ആദ്യം ഞങ്ങൾ മീൻമുട്ടി വാട്ടർഫോൾസിൻ്റെ അവിടെ ഒന്ന് നിർത്തി. വീട്ടിൽ നിന്ന് വരുമ്പോഴേ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വെള്ളത്തിലിറങ്ങണം, കുളിക്കണം എന്നൊക്കെയായിരുന്നു. അപ്പം വളരെ സേഫായിട്ടുള്ള ഏതെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ ഇറക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഈ വെള്ളം ഉണ്ടല്ലോ, തൊട്ട് കഴിഞ്ഞാൽ ഫ്രീസായി പോകണം, അത്രയും തണുപ്പായിരുന്നു. പക്ഷെ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇറങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളത്തിലിറങ്ങണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ തണുപ്പ് കാരണം പോയ എല്ലാവരും സൈഡിൽ നിന്നു. ഈ പൊടി മാത്രം അവൻ്റെ കൂടെ ഇറങ്ങി. ദാവ് കുളിക്കുന്ന കണ്ടപ്പോൾ അതിൻ്റെ ഇഷ്ടത്തിന് പിന്നെ അവൻ്റെയും കാല് നനപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും മീൻമുട്ടിയിൽ നിന്ന് പൊന്മുടിയിലോട്ട് പോകാൻ കുറച്ച് ദൂരം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി പോയി. ഈ പോകുന്ന വഴിക്ക് ആദ്യമായിട്ട് മഞ്ഞൊക്കെ കണ്ടു. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു വെച്ചു. നല്ല രസമുണ്ടായിരുന്നു. യാത്ര ചെയ്യുമ്പോഴും ഈ മഞ്ഞിങ്ങനെ വന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ മുകളിലോട്ട് കയറുന്നതോറും നല്ല ഭംഗിയുള്ള വഴിയും രണ്ട് സൈഡിലും നല്ല രസമുള്ള വ്യൂവും ഒക്കെയാണ്. ഇതൊക്കെ കണ്ട് ഞങ്ങൾ മുകളിലെത്തി. ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ ആലോചിക്കുക, ഇത് തിരുവനന്തപുരം തന്നെയാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. അത്ര രസമുള്ള ക്ലൈമറ്റും നല്ല നല്ല ഭംഗിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലം മുന്നേ നമ്മൾ പോയപ്പോൾ ഈ സംഭവമൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സൈഡിൽ കുറച്ച് പ്ലേ ഏരിയ പോലെയും ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അതൊക്കെ നല്ല രസമായിരുന്നു. എല്ലാവരും അതൊക്കെ എൻജോയ് ചെയ്തു. ഇത് വേറെ ഏതോ പിള്ളേരാണ്, എവിടെ നിന്നോ വന്ന പിള്ളേർ. ആ പിള്ളേരുടെ കൂടെ ദാവ് കമ്പനിയായിട്ട് അവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിലൊക്കെ എവിടെയൊക്കെ ഇറങ്ങി എന്തൊക്കെയൊക്കെ കഴിച്ചു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ശരിക്കും ഞാൻ ഇത് വീഡിയോ ആക്കണം എന്ന് വിചാരിച്ചെടുത്ത വീഡിയോസ് അല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള വീഡിയോസൊക്കെ മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. കുറേ ഫുഡിൻ്റെ വീഡിയോസൊക്കെ മിസ്സായിപ്പോയി. അതൊന്നും ഇതിലിടാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ ഫുഡൊക്കെ കഴിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരുടെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അത് അങ്ങനെ അടിപൊളിയായി. പിന്നെ അടുത്ത ആവശ്യം എന്ന് പറഞ്ഞാൽ റീലിന് വേണ്ടി ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുക്കുകയാണ്. ഡാൻസ് മാസ്റ്റർ വിക്രം ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തെറ്റുന്നതിന് ബാക്കിയുള്ളവർ വഴക്ക് പറയുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുകയായിരുന്നു. ഇത് ഞങ്ങളുടെ സെക്ഷനായിരുന്നു കേട്ടോ. നല്ല നിലയിൽ തേഞ്ഞൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരും അത് കളിച്ച് അവരുടെ പോർഷനൊക്കെ ശരിയാക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റീലാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇട്ടാൽ ചിലപ്പം ചിരി ചാവാനുള്ള അത്രയും ഉണ്ട്. എനിക്ക് തന്നെ ചിരി വരും. അതുകൊണ്ടാണ് ഞാൻ ആ റീൽ ഇതിലൊന്ന് ഒഴിവാക്കിയത്. പിന്നെ ഞങ്ങൾ പിന്നെയും കുറേ സ്ഥലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ കണ്ടു. ഇവിടെ ആകെ ഉള്ളൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ആകെ ഒരു കട മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചായക്കാണേലും ചായയൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. കട്ടനും പിന്നെ എന്തൊക്കെയോ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു അവൻ വരുന്ന വഴിക്ക് ഇന്ത്യൻ കോഫി ഹൗസ് കാണാം. അതും പറഞ്ഞ് ഞാനും ദാവും കൂടെ തുള്ളിച്ചാടി പോയി കുറേ ദൂരം നടന്നു. അപ്പോൾ ഈ പൊന്മുടിയിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും, അതിൻ്റെ റൈറ്റ് സൈഡിൽ പോലീസ് സ്റ്റേഷനാണ്. അവിടെ പോയി നിന്നപ്പോഴത്തേനും എനിക്ക് മതിയായി, ഇനി നടക്കാൻ വയ്യാതായി. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. അപ്പോൾ ദാവ് തളർന്നു. അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടെന്ന് പറഞ്ഞവൻ അവനെ എടുത്തോണ്ട് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര, അതായത് പൊന്മുടിയിൽ വന്ന ആൾക്കാർ മൊത്തം അവിടെ ഉണ്ടായിരുന്ന ഒരു കടയിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പിള്ളേരെയൊക്കെ കൊണ്ടുപോകുന്നവർക്ക് അതൊരു ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളുടെ കയ്യിലും കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വരാൻ വേണ്ടി വണ്ടിയിൽ കയറി. വണ്ടിക്കകത്ത് മൊത്തം അലമ്പായിരുന്നു. ഇതൊക്കെയായിരുന്നു പരിപാടി. അന്താക്ഷരി കളിക്കുക, ടീമുണ്ടാക്കുക, അതിലങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുക. നല്ല രസമായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു.
അങ്ങനെ വളരെ നല്ലൊരു യാത്രയും കുറേ നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.